ഹായ് മക്കളെ, ലീഡ്സ് അക്കാദമി സ്മാർട്ട് പ്ലസിലേക്ക് ഏവർക്കും സ്വാഗതം. ഓണപരീക്ഷയ്ക്കായി നമ്മൾ ഹിസ്റ്ററി ഒക്കെ പഠിച്ചു. ഇനി നമുക്ക് ജോഗ്രഫി എന്താണെന്ന് പഠിക്കാം. ജോഗ്രഫിയിൽ വരുന്നത് ഫസ്റ്റും സെക്കൻഡും തേർഡ് ചാപ്റ്ററില്ല, ഫോർത്ത് ചാപ്റ്ററാണുള്ളത്. അപ്പോൾ നമുക്ക് എന്താ ജോഗ്രഫിയിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത്, നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ ഇരിക്കണം കേട്ടോ. ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഓൺ ദി റൂഫ് ഓഫ് ദി വേൾഡ്. ഓൺ ദി റൂഫ് ഓഫ് ദി വേൾഡ് എന്ന് പറയുന്നത് അതിലെന്താ പറയുന്നത്, അതിൽ നമ്മൾ അതായത് ഹിമാലയം റേഞ്ചസിനെ കുറിച്ച്, അതായത് ഹിമാലയ പർവ്വതത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. അതിൽ കുറേ നമ്മൾ ക്ലാസിഫൈഡ് ആയി ചെയ്യുന്നുണ്ട്. അതിൽ ട്രാൻസ് ഹിമാലയ, ദ ഹിമാലയാസ് ആൻഡ് ഈസ്റ്റേൺ ഹിൽസ്, അതായത് കുറേ കുന്നുകളെക്കുറിച്ച്, കുന്നുകളുടെ സൈസുകളും അങ്ങനെ കുറേ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണ് ട്രാൻസ് ഹിമാലയ എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കിപ്പോ, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാ മക്കളും നോക്കിപ്പോവുക. ദ ഹിമാലയാസ്, എന്താണ് ഹിമാലയാസിൽ വരുന്നതെന്നുള്ളത് നോക്കുക. പിന്നെ ഈസ്റ്റേൺ ഹിമാലയാസിൽ എന്താണെന്നുള്ളത് നോക്കുക. പിന്നെയുള്ളത് നമുക്ക് അടുത്ത നോക്കാനുള്ളത് സൗത്ത് ഓഫ് ദി ട്രാൻസ് ഹിമാലയാസ് ടുവേഴ്സ് ദ ഈസ്റ്റ്, അതായത് എന്തൊക്കെയാണ് സൗത്ത് ട്രാൻസ് ഹിമാലയയിലുള്ള മാറ്റങ്ങളെന്ന് പറയുന്നത്. പിന്നെ അതിൽ ഹിമാദ്രി എന്താണ്, ഹിമാചൽ എന്താണ്, ശിവാലിക് എന്താണ്. ശിവാലിക്കൊക്കെ നമ്മൾ മാപ്പിൽ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ശിവാലിക് റേഞ്ച് എവിടെയുള്ളതെന്നൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ശിവാലിക് റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഔട്ടർ ഹിമാലയാണ്. അതായത് ഇതൊക്കെ വൺ വേർഡിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാട്ടോ. അപ്പം എല്ലാം കൃത്യമായിട്ട് തന്നെ നോക്കിപ്പോണത്. പിന്നെയുള്ളത് റീജിയണൽ ഡിവിഷനായിട്ട് ഹിമാലയാസിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. വെസ്റ്റേൺ ഹിമാലയാസ്, സെൻട്രൽ ഹിമാലയാസ്, ഈസ്റ്റേൺ ഹിമാലയാസ്. അതിൽ കാശ്മീരിനെ കുറിച്ച് പറയുന്നുണ്ട്, ഹിമാചൽ പ്രദേശിനെ കുറിച്ച് പറയുന്നുണ്ട്, ഉത്തരാഖണ്ഡ് ഹിമാലയസിനെ കുറിച്ച് പറയുന്നുണ്ട്, ഉത്തരാഖണ്ഡ് ബ്യൂഗൾസിനെ കുറിച്ച് പറയുന്നുണ്ട്. കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ആളുകൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, മഴക്കാലത്തായിരുന്നു കൂടുതൽ ആഹാരങ്ങളൊക്കെ പാകം ചെയ്യാൻ സാധനങ്ങൾ സ്വരുക്കൂട്ടിയിരുന്നതും എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് ഡിഫറൻസ് ഒക്കെ നോക്കി പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലോണം തന്നെ നോക്കി എല്ലാവരും പോവുക. പിന്നെ അതേപോലെ ഹിമാലയത്തിലുണ്ടാകുന്ന ക്ലൈമറ്റ് എങ്ങനെയാണ്, കാലാവസ്ഥയിലുള്ള മാറ്റങ്ങൾ എങ്ങനെയാണ്, ഏത് സീസണിൽ വരുമ്പോഴാണ് കൂടുതൽ അവിടെ ആളുകൾക്ക് കൂടുതലായിട്ട് പ്രശ്നങ്ങൾ വരിക, അതായത് അങ്ങനെയുള്ള പ്രശ്നങ്ങളും. പിന്നെ നമുക്ക് നോക്കാനുള്ളത് എന്താണ് അവിടുത്തെ മണ്ണിനങ്ങൾ, സോയിൽ എങ്ങനെയാണുള്ളത്, അത് നോക്കാനുണ്ട്. പിന്നെ നമ്മുടെ നൈസർഗിക സസ്യജാലങ്ങൾ എങ്ങനെയായിരുന്നു, പിന്നെ അവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസുകൾ ഏതൊക്കെയായിരുന്നു, അതൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർത്ത് കിട്ടും. നമ്മൾ തന്നെ സ്ഥിരം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേർഡ്സ്, അതായത് ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഓർത്ത് കിട്ടും. അപ്പം നല്ലോണം ചാപ്റ്ററിൽ നല്ലോണം നോക്കണം. പിന്നെ മാപ്പിൻ്റെ കാര്യം വിട്ടുപോകരുത്. മാപ്പ് നല്ലോണം തന്നെ നോക്കണം. ഏതൊക്കെ ഭാഗങ്ങളിൽ ഇന്നത് വരുന്നത്, ശിവാലിക്ക് വരുന്നത്, പിന്നെ പാമീർ നോട്ട് എവിടെയാണ് വരുന്നത്, അതൊക്കെ കറക്റ്റായിട്ട് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എവിടെയാണ് വരുന്നത്, ഏത് സൈഡിലാണ് വരുന്നത് എന്നുള്ളത് കറക്റ്റ് തന്നെ നോക്കിപ്പോണേ. പിന്നെ അടുത്താണ് ഇൻ ദി എക്സ്പാൻസീവ് പ്ലെയിൻ, അതായത് അവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താണെന്നുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ജിയോമോർഫിക് ഏജൻറ്റ്, ഭൂരൂപീകരണ സഹായികളും പ്രക്രിയകളും വഴിയാണ് എന്താണ് നമ്മൾ ഒരു അവസാദങ്ങൾ, അതായത് സെഡിമെൻറ്റ്സ് രൂപപ്പെടുന്നതെന്ന് പറഞ്ഞു. അതെന്താണെന്നുള്ളത് കറക്റ്റായിട്ട് തന്നെ നോക്കി പോവുക. എന്താണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് ചോദിക്കാം നമുക്ക്. അതായത് ഹിമാലയ റിവേഴ്സ്, ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര റിവേഴ്സ് എന്ന് പറയുന്നത്, അതായത് നദികളെന്ന് പറയുന്നതാണ് ഹിമാലയ റിവേഴ്സിലുള്ളതെന്ന് പറഞ്ഞു. അതിൻ്റെ കണ്ടിന്യൂസ് തന്നെയാണ് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്, ആ റിവേഴ്സിൻ്റെ ടോപ്പോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതേപോലെ ഏതൊക്കെ അതിൻ്റെ ഫീച്ചേഴ്സിൻ്റെ അടിസ്ഥാനത്തിലും. പിന്നെ 4 റീജിയണൽ ഡിവിഷനായിട്ട് നോർത്ത് ഇന്ത്യൻ പ്ലെയിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തേത് രാജസ്ഥാൻ പ്ലെയിന്, രണ്ടാമത്തെ പഞ്ചാബ് ഹരിയാന പ്ലെയിന്, മൂന്നാമത്തേതാണ് ദ ഗംഗ പ്ലെയിനും, നാലാമത്തത് ബ്രഹ്മപുത്ര പ്ലെയിനും. ഇതിൽ 3 റിവേഴ്സ് ഉണ്ട്, സോയിലുണ്ട്, സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്, നാച്ചുറൽ വെജിറ്റേഷൻസ് ഉണ്ട്, ഏതൊക്കെയാണ്, ഏത് അലൂവിയൽ സോയിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്, അത് നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ നോക്കി പോവുക. പിന്നെ നമുക്ക് അടുത്ത് നോക്കാം ഓക്സ്ബോ ലേക്ക്, അതായത് ഓക്സ്ബോ ലേക്ക് എങ്ങനെ രൂപപ്പെടുന്നതും പിന്നെ മിയാൻഡറുകൾ, അതിനെക്കുറിച്ച് നോക്കി പോവുക. പിന്നെയുള്ളത് ക്ലൈമറ്റ് ചേഞ്ചസ്, അതായത് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലെ ക്ലൈമറ്റ് ചേഞ്ചസ് 4 തരത്തിലുണ്ട്. കോൾഡ് വെതർ സീസൺ, ഹോട്ട് വെതർ സീസൺ, ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ, മൺസൂൺ സീസണും നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ, നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസണിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ ടൈപ്പ് ഓഫ് സോയിൽ, അലൂവിയൽ സോയിൽ, പീറ്റ് സോയിൽ, റെഡ് സോയിൽ, ബ്ലാക്ക് സോയിൽ എന്നൊക്കെ നമ്മൾ കുറേ സോയിലിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ സോയിലുകൾ മറന്നു പോകരുത്. അത് കറക്റ്റ് ഓർഡറിൽ തന്നെ പഠിക്കാം. മാപ്പിൽ തന്നെ നമുക്ക് ഇന്ത്യൻ്റെ മാപ്പിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ നോക്കുക. പിന്നെ അതായത് ഏതൊക്കെ കാർഷിക വിളകളാണ് നമ്മളവിടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ
ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളത്, അത് ഏത് സീസണിലാണ് ഇതാക്കുന്നത് എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് ബോക്സായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മറന്നു പോകാതെ തന്നെ നോക്കി പോവുക. ഇത്രയാണ് സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത്. തേർഡ് ചാപ്റ്റർ ഇല്ല നമുക്ക്. അതിന് വരെ നമുക്ക് ഫോർത്ത് ചാപ്റ്ററാണ് ഹ്യൂമൻ റിസോഴ്സസ് ഫോർ നാഷണൽ ഡെവലപ്മെൻറ്റ്, അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, അതിൻ്റെ റിവാർഡ്സ്, അതായത് പ്രതിഫലങ്ങൾ എന്തൊക്കെയാണുള്ളത് കമ്പയർ ചെയ്യാൻ നമ്മൾ ബോക്സിലാക്കി തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് നോക്കി പോവുക. പിന്നെ ബാർട്ടർ സിസ്റ്റം എന്താണ്, പിന്നെ എവല്യൂഷൻ ഓഫ് മണീൻ്റെ എവല്യൂഷൻ എങ്ങനെയാണെന്നുള്ളത്, പിന്നെ ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എങ്ങനെയാണ്, പിന്നെ അതായത് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, മൈഗ്രേഷൻ, ജോബ് ട്രെയിനിങ്, ആക്സസ് ടു ഇൻഫർമേഷൻ, അതായത് ഇങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയാണ് ഹ്യൂമൻസിലുണ്ടാകുന്നത്, ഹ്യൂമൻ ക്യാപിറ്റൽ അതായത് മൂലധനം, മനുഷ്യ മൂലധനം എന്തൊക്കെയാണെന്നുള്ളതാണ്. പിന്നെ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത് അതായത് എന്തൊക്കെയാണ്, പോവർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പോവർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ്, അതായത് പോവർട്ടി എങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്, പിന്നെ അൺഎംപ്ലോയ്മെൻറ്റ് തൊഴിലില്ലായ്മ എങ്ങനെയാണെന്നുള്ളത്, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, അതെങ്ങനെയാണ് മനുഷ്യൻ എന്ന ഹ്യൂമൻ ക്യാപിറ്റലിൽ ചലഞ്ചസ് ഫേസ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്റർ ചെറുതാണ്, അപ്പം സിമ്പിളായിട്ട് തന്നെ നമുക്ക് പഠിക്കാം, നല്ല മാർക്ക് സ്കോർ ചെയ്യാം. 80 മാർക്കിലാണ്, അപ്പം നമുക്ക് ഹൈ മാർക്കായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ. അതായത് ജോഗ്രഫിയിൽ, ഹിസ്റ്ററിയിലാണെങ്കിലും നമുക്ക് കമ്പാരിറ്റീവ്ലി ജോഗ്രഫിയിൽ നമുക്ക് മാപ്പിലായാലും നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സാണ്. അപ്പം കറക്റ്റായിട്ട് എല്ലാവരും കൃത്യമായി തന്നെ പഠിക്കുക. ഓൺ എക്സാമിന് അടുത്ത് വരികയാണ്. അപ്പോൾ നല്ല മാർക്കോടുകൂടി എല്ലാവരും നല്ല പാസ്സാകുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.